പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതകഥയുടെ അടുത്ത ഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പായിട്ട് അച്ഛന് പറ്റിയ ഒരു അബദ്ധം അച്ഛൻ ചെയ്ത്, അതായത് ഞങ്ങളെ കുടുംബം ഛിന്ന ഭിന്നമാക്കുന്ന ഒരു വലിയൊരു തെറ്റാണ് അച്ഛൻ ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊച്ചുങ്ങളായ മൂന്ന് പേര്, ഇളയത്തുങ്ങളെ മൂന്ന് പേർക്കായിട്ട് ഞങ്ങളെ വീടും വസ്തുവും എല്ലാം കൂടെ അച്ഛൻ ഭാഗം ചെയ്ത് വെച്ചു. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. കാര്യം മുതിർന്നവർക്ക് അതൊരു മനസ്സിലൊരു വ്രണമുണ്ടാക്കി അവർക്കുള്ള മനസ്സിൽ ഇങ്ങനെ കിടന്നത്. അവർ പിന്നീടാണ് അത് എന്നെ പ്രവർത്തിച്ചത്. അത് പിന്നീട് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുമ്പോഴത്തേക്ക് അതും കൂടെ ചേർത്ത് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ തൊട്ട് ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അതായത് ഒരുവിധം പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ക്ലാസ് ലീഡറായിട്ട് ഞാൻ 7ലായാലും 8ലായാലും എല്ലാം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്കുള്ള ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ എവിടെയെങ്കിലും പോകുന്നിടത്തും അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ പോകും, കാണും, ഞങ്ങൾ തമ്മിൽ കാണുകയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല. രണ്ടുപേർക്കും പേടിയാണ്. കാര്യം ആ കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്ന ഒരു സാറാണ്. പിന്നെ പോരാന്നുണ്ടെങ്കിൽ അന്ന് പൊതുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിഭയങ്കരമായ പേടിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാറില്ല. അങ്ങനെ ഞാൻ പഠിച്ച് 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ ലീഡറായപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി റെസ്പെക്റ്റും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് വന്നു. മറ്റേ പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞ് അവർ പോയി. പിന്നെ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടില്ല. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വികൃതികളായാലും കാര്യങ്ങളായാലും അന്നും എനിക്ക് തുടർച്ചയായിട്ട് ഉണ്ട്. പക്ഷെ ഞാൻ അത് ഈ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ അതും കൊണ്ടുപോകാറുണ്ട്. അതുപോലെ വീട്ടിലെ ജോലികൾ, പാറയടിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഇതിനു മുമ്പ് 2ാമത്തെ ചേട്ടൻ ഗൾഫിന് പോയി. നമുക്ക് ഒരു സിനിമ കാണണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണം, അമ്മയുടെ അടുത്ത് ചോദിക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് അനുവാദം കിട്ടിയെങ്കിലേ നമുക്ക് ഞങ്ങളെ സ്ഥലത്ത് ഒരു തിയേറ്ററുണ്ട്, ശ്രീ വേലായുധൻ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അന്ന് 1 രൂപ, 1.5 രൂപ, 2 രൂപയൊക്കെയാണ് ടിക്കറ്റിൻ്റെ ചാർജ്. അന്നേരം ബെഞ്ച്, കസേര, പിന്നെ ഫസ്റ്റ് ക്ലാസ്, അങ്ങനെയൊക്കെ ആണ് അന്നത്തെ ഒരു ഇത്. പിന്നെ തറയെന്ന് പറയുന്ന ഒരു 50 പൈസയ്ക്ക് തറയിൽ പോയിരുന്ന് കാണാനും ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അന്നത്തെ തിയേറ്ററൊക്കെ അങ്ങനത്തെ ഉള്ള, ഇപ്പോഴത്തെ തിയേറ്ററൊക്കെ എന്ന് പറയുമ്പോൾ ഹൈ ക്ലാസ് തിയേറ്ററുകളാണ്. അങ്ങനെ അത്യാവശ്യം പടമായാലും നമുക്ക് വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങണമായാലും എല്ലാത്തിനും ഒരു കർശന നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. നമുക്ക് 6 ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീടുകളിൽ കയറണം, അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അന്നും പേടിയുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. പേടിച്ച് തന്നെയാണ് അന്നും രാത്രികളിലായാലും പകലൊക്കെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കത്തില്ല. അടുത്തുള്ള ഏതെങ്കിലും കൂട്ടുകാരെ ഒക്കെ വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇരിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പോലും ഞാൻ വീട്ടിലിരിക്കാറില്ല. അങ്ങനെ സ്കൂൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മാമൻ്റെ മോൻ അന്ന് SLCക്കാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കുള്ള അളിയൻ്റെ ഒരു പെങ്ങളെ മോനും SLCക്കാണ്. ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അന്നേരം ഞങ്ങളെ ബന്ധുക്കാരെ കൂട്ടത്തിൽ ഞങ്ങൾ 3 പേരും അന്ന് SLC എഴുതുന്നവരാണ്. അന്നേരം എല്ലാവരെയും ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് അങ്ങ് പഠിക്കാറില്ല, ഉളപ്പി നടക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് ഞാൻ തോറ്റുപോകും, ബാക്കി ഇവർ രണ്ടുപേരും ജയിക്കുമെന്നാണ് എൻ്റെ വീട്ടുകാരും ഇവർക്കുള്ള വീട്ടുകാരും എല്ലാവരും പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷേ പരീക്ഷയുടെ തലേന്നും ഞാൻ അതായത് ക്യാരംസ് കളിയും അങ്ങനെയൊക്കെ ഉള്ള കളിയും ആയിട്ടൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ അത്യാവശ്യം എനിക്ക് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും എൻ്റെ മൈൻഡിൽ അത് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം ഞാൻ SLCക്ക് ഞാൻ പരീക്ഷയ്ക്ക് ഞാൻ എഴുതി. റിസൾട്ട് വന്നപ്പോഴത്തേക്ക് ഞാനും എനിക്കുള്ള അളിയൻ്റെ പെങ്ങളെ മോനും ജയിച്ചു, മാമൻ്റെ മോൻ തോറ്റുപോയി. അത് ഭയങ്കരമായ നാണക്കേടായിപ്പോയി അവർക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവരൊക്കെ പഠിക്കുന്ന നല്ല രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് വന്ന ഒരാൾ പെട്ടെന്ന് തോക്കുകയും ഞാൻ ജയിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്നൊരു നാണക്കേടുണ്ടായ ഒരു സംഭവമാണ്.
പക്ഷെ ഞാൻ അത്യാവശ്യം ഞാൻ പഠിച്ച് ഞാൻ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുകയും പ്രീ ഡിഗ്രിക്ക് ഇങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് മൂത്ത ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വരുന്നത്. ഈ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുണ്ട്ര എന്ന് പറയുമ്പോൾ ഞങ്ങളെ വീട്ടിന്റെ ഒരു 5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ട്യൂട്ടോറിയം ഉണ്ട്. എന്നിട്ട് ട്യൂഷന് പോകും. അതായത് എഴുവണുള്ള ഒരു അധ്യാപകനാണ് അവിടെ പ്രിൻസിപ്പാളായിട്ട്, അതായത് ട്യൂഷൻ സെന്റർ നടത്തുന്നത്. അന്നേരം എനിക്കുള്ള മൂത്ത ചേട്ടൻ അവിടെ സെഷൻ, അതായത് പ്രീ ഡിഗ്രിക്ക് സെഷനിലായിട്ട് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ പ്രീ ഡിഗ്രിക്ക് ആദ്യത്തെ പ്രാവശ്യം തോൽക്കുകയും പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും സെഷന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അവർക്ക് ശനിയും ഞായറും അവർക്ക് ക്ലാസ് ഇല്ല. ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും ക്ലാസ് ഉണ്ട്. കാര്യം രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങിയാൽ 8:30 ആകുമ്പോഴത്തേക്ക് ക്ലാസ് തീരുകയും ഞങ്ങൾ അവിടുന്ന് വണ്ടി കയറി വീണ്ടും കൊല്ലത്ത് എസ് എൻ കോളേജിൽ പോയി പഠിച്ചോണം. അങ്ങ് വൈകിട്ട് ക്ലാസ് ഇല്ല. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ. അതുപോലെ തന്നെ ശനിയും ഞായറും എന്ന് പറയുമ്പോഴത്തേക്ക് 10 മണി തൊട്ട് 1 മണി വരെ ക്ലാസ് ഉണ്ട്. ഒരു പ്രാവശ്യം മൂത്ത ചേട്ടച്ചാറ് ഗൾഫിൽ നിന്ന് വന്ന് ഇരിക്കുന്ന ഒരു ടൈമാണ്. അന്നേരം ഒരു ദിവസം ശനിയാഴ്ച ഞാൻ ട്യൂഷന് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മൂത്ത ചേട്ടൻ എവിടെ പോയിട്ട് വീട്ടിൽ വന്ന സമയത്ത് എന്നെ എടുത്ത് ചോദിച്ച്, നീ ഇന്ന് ക്ലാസ്സിന് കയറാതെ നീ സിനിമയ്ക്ക് പോയി, ഇന്ന സിനിമ പോയി കണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഞാൻ ക്ലാസ്സിന് പോയതാ, ഞാൻ സിനിമയൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടത്തിന് വിശ്വാസമല്ല. ചേട്ടൻ്റെ കൂട്ടുകാരോ ആരും പറഞ്ഞു കൊടുത്തതാണ്. അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശശി സാർ എന്നാണ് പ്രിൻസിപ്പാളിന്റെ പേര്. ശശി സാറിൻ്റെ അടുത്ത് ചേട്ടൻ കണ്ട് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എനിക്ക് നേരെ മൂത്താള് പോകുമ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് ചോദിപ്പിച്ച് നോക്കും. ഞാൻ സിനിമയ്ക്ക് പോയിട്ടില്ല, ഞാൻ ക്ലാസ്സിൽ. പക്ഷെ പുള്ളി അത് വിട്ടില്ല. പുള്ളി തർക്കിച്ച് തന്നെ നിന്ന് സിനിമയ്ക്ക് പോയി. ഇതെനിക്ക് വലിയൊരു വല്ലാത്ത ഒരു വിഷമം തട്ടി ഞാൻ ഇത്രയും ഇതായിട്ട് നിന്നിട്ടും ചേട്ടൻ എന്താ അങ്ങനെ തർക്കിക്കുന്നത്? ചേട്ടൻ ചോദിച്ച് സത്യാവസ്ഥ അറിയാനുള്ള ഒരു ഇതല്ല, വേറെ എന്തോ ചേട്ടൻ്റെ മനസ്സിൽ പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയും ഞാൻ പിറ്റേന്ന് ഞായറാഴ്ച ഞാൻ ട്യൂഷന് പോയില്ല. അമ്മ ചോദിച്ച് ട്യൂഷന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കാൻ പോയാലും സിനിമയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞു, അതൊന്നും ഞാൻ പോകുന്നില്ലെന്ന്. പിറ്റേന്ന് തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഞാൻ ക്ലാസ്സിന് പോയില്ല. അതായത് ഞാൻ കിടന്നുറങ്ങി. അമ്മ ചോദിച്ചു, നീ എന്താ കോളേജിലും ട്യൂഷനൊന്നും പോകുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ലെന്ന്. അങ്ങനെ അമ്മ മൂത്ത ചേട്ടൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അവൻ ക്ലാസ്സിന് പോകുന്നില്ല, നീ ആ പറഞ്ഞതിൻ്റെ എന്തോ ഇത് വെച്ചിട്ടാണ് അവനെ വിളിച്ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ മൂത്ത ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് നീ ക്ലാസ്സിന് പോകുന്നത്? ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാൻ ക്ലാസ്സിന് പോയാലും ചേട്ടൻ പറയുന്നത് ഞാൻ സിനിമയ്ക്ക് പോകാൻ പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്, പിന്നെ ഞാൻ എന്തിനാ പോകുന്നത് എന്ന്. അന്നെന്ന് പറയുമ്പോഴത്തേക്ക് ചേട്ടനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. അതായത് വീട്ടിൽ ചേട്ടന് ഗൾഫിൽ പോയി വരുമാനമുണ്ട്. ചേട്ടനാണ് പൈസ അയച്ചു കൊടുത്ത് വീട്ടിലെ ചെലവുകളും കാര്യങ്ങളും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ചേട്ടനാണ്. അങ്ങനെ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത്, നീ പഠിക്കാൻ പോകുന്നില്ലെങ്കിൽ പോണ്ട. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ മിലിറ്ററിയിലുണ്ട്. ഞങ്ങളെ വീട്ടിന്റെ കുറച്ച് ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്താണ് അയാളെ വീട്. അന്നേരം അയാളെ പേര് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അയാളെ നീ പോയി കാണാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു 8 മണിക്ക് മുമ്പ് നീ അയാളെ വീട്ടിൽ ചെന്ന്, ഇന്ന ആളെ അനിയനാണ്, ഞാൻ പറഞ്ഞു വിട്ടതാണ്, നിനക്ക് മിലിറ്ററി ചേരാൻ ആഗ്രഹമുണ്ട്, അതിനെന്തൊക്കെയാണ് വേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ചോദിക്കാൻ. എനിക്കും വലിയ താല്പര്യമായി. കാര്യം മിലിറ്ററി അന്നൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഹരം, മിലിറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വലിയ ആഗ്രഹമായി മിലിറ്ററി പോകാമല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ഈ മിലിറ്ററിക്കാരൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ ചെന്ന് ഇതുപോലെ ഞാൻ ഇന്ന ആളെ അനിയനാണ് എന്നെല്ലാം പറഞ്ഞ് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇതുപോലെ മിലിറ്ററി ചേർന്ന് എന്തൊക്കെയാണെന്ന് ചേട്ടച്ചാരി ചോദിക്കാൻ പറഞ്ഞു. അതാണ്. അന്നേരം കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ 10,000 രൂപ, അന്ന് പറഞ്ഞാൽ 10,000 രൂപയാവും. അതായത് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് കമ്മീഷൻ കൊടുത്ത് കയറ്റി വിടണം. 10,000 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് പോകാം. പിന്നെ പോരാന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വെച്ചായിരിക്കും ടെസ്റ്റ്. അന്നേരം അതിൻ്റെ ടിക്കറ്റിൻ്റെ ചാർജും അവിടെ നിൽക്കുന്ന ചാർജും എല്ലാം കൂടെ നിന്റെ കൈ കരുതണം. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറയാം, ഇപ്രാവശ്യം നടക്കത്തില്ല, അടുത്ത പ്രാവശ്യം ഞാൻ ഒരു 6 മാസം കഴിഞ്ഞ് വരും. അന്നേരം ഈ 6 മാസം കൊണ്ട് നീ ഈ കുറച്ച്, അതായത് എക്സസൈസ് ഒക്കെ ചെയ്ത് നിനക്ക്
ഇച്ചിരി ബോഡി ആഹാരമൊക്കെ കഴിച്ച് ഓടാനൊക്കെ പോയി ഇച്ചിരി റണ്ണിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നീ ഇച്ചിരി പുഷ്ടിപ്പെടാൻ നോക്കും. അങ്ങനെ ഞാൻ ഈ മനസ്സിൽ ആഗ്രഹം വെച്ച് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഇന്നിപ്പോൾ ഇത്രയും പറയാം. അടുത്ത ഭാഗത്തിൽ അടുത്തത് പറയാം.